കരബാവോ കപ്പിന്റെ ഫൈനലിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്തി ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ 56 വർഷത്തെ കിരീട വളർച്ചയ്ക്ക് അറുതി വരുത്തിയിരിക്കുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ന്യൂകാസിലിന്റെ വിജയം. ഡാൻ ബേൺ, അലക്സാണ്ടർ സാക്ക് എന്നിവരുടെ ഗോളുകളാണ് ദ മാക്പൈസിനെ വിജയകിരീടം ചൂടിച്ചത്. ഒരു ഡൊമസ്റ്റിക് കിരീടത്തിന് വേണ്ടിയുള്ള 70 വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ് ന്യൂകാസിൽ ഈ വിജയത്തോടെ അവസാനിപ്പിച്ചത്. 1969 യൂറോപ്യൻ ഇന്റർസിറ്റി ഫെയേഴ്സ് കപ്പ് നേടിയതായിരുന്നു ന്യൂകാസിലിന്റെ അവസാന കിരീടം. 1955 FA കപ്പ് വിജയിച്ചത് അവസാന ഡൊമസ്റ്റിക് കിരീട നേട്ടവും. മുഴുവൻ കിരീടങ്ങളുടെയും എണ്ണമെടുത്താൽ ഇംഗ്ലണ്ടിൽ 9ാമതാണ് ക്ലബ്. എങ്കിലും അതെപ്പോൾ ഉയർത്തിയെന്ന് ചോദിച്ചാൽ ചരിത്രത്തിലേക്ക് മുങ്ങിത്താഴേണ്ടി വരുമായിരുന്നു ആരാധകർക്ക്. അലൻ ഷീറർ എന്ന പേര് മാത്രമായിരുന്നു മാഗുകൾക്ക് പറയാനെങ്കിലും ഉണ്ടായിരുന്നത്. ഈ കാലയളവിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ച താഴ്ചകൾക്കും ന്യൂകാസിലും അവരുടെ ആരാധകരും സാക്ഷിയായിട്ടുണ്ട്. 2009-2016 സീസണുകളിൽ ക്ലബ് റെലിഗേറ്റ് ചെയ്യപ്പെടുക വരെയുണ്ടായി. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ രക്ഷിച്ച പോലെ ന്യൂകാസിലിന്റെ രക്ഷകരായും ആളെത്തിയതോടെയാണ് കളി മാറിയത്. എത്ര ഗോളുകൾക്ക് പരാജയപ്പെട്ടാലും ഗ്രൗണ്ട് വിട്ടു പോവാതിരുന്ന ന്യൂകാസിൽ ആരാധകർ പുതിയ മാനേജ്മെന്റ് വന്നതോടെ ആവേശഭരിതരായി. കളിക്കാരും കോച്ചിങ് സ്റ്റാഫും ഉൾപ്പെടെ മാറിയതോടെ ക്ലബിന് പുതിയ മുഖം ലഭിക്കുകയും ചെയ്തു. അടിമുടി മാറുന്ന ന്യൂകാസിലിന്റെ വിളംബരമാണ് കരബാവോ കപ്പിലെ വിജയമെന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നു. സീസണിൽ ഇനി കിരീട പ്രതീക്ഷകളൊന്നുമില്ലെങ്കിലും ദ മാക്പൈസുകൾ ആവേശത്തിലാണ്.